ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് പലിശയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാലോ? നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? PNR ഡിവൈഡഡ് ബൈ 100. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ 8000 രൂപ 9% പലിശ നിരക്ക് നിക്ഷേപിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ പലിശ ഇനത്തിൽ എത്ര രൂപ കിട്ടും? ക്വസ്റ്റ്യൻ: ഒരാൾ 8000 റുപ്പീസ് ആണ് നിക്ഷേപിക്കുന്നത്. പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നു 9%. 5 വർഷം കഴിയുമ്പോൾ പലിശ ഇനത്തിൽ എത്ര രൂപ കിട്ടും? നമ്പർ ഓഫ് ഇയേഴ്സ് 5 years. കണ്ടുപിടിച്ചോളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 8000 into 5 into 9 divided by 100. എത്ര കിട്ടും? 3600 റുപ്പീസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഒരാൾ 3000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് എത്ര തുക കിട്ടും? 2 years ശേഷം അയാൾക്ക് എത്ര തുക കിട്ടും? നമുക്കിവിടെ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. PNR ഡിവൈഡഡ് ബൈ 100 യൂസ് ചെയ്തുകൊണ്ട്. ഈ കേസിൽ പ്രിൻസിപ്പൾ 3000 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിരിക്കുന്നത് 2 years ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12 ആണ്. സോ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും? 720 റുപ്പീസ് എന്ന് കിട്ടും. എന്നാൽ തിരിച്ചു കിട്ടുന്ന തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ കൂടെ പ്രിൻസിപ്പളും വരും, ഇൻട്രസ്റ്റും വരും. സോ ഇവിടെ പ്രിൻസിപ്പൾ എത്രയാണ്? 3000 ആണ്. ആ 3000ന്റെ കൂടെ നമ്മൾ 720 ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3720 റുപ്പീസ് എന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ. 12500 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് നിരക്കിൽ 4 വർഷം, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, 4 വർഷം കൊണ്ട് 15500 രൂപ ആകുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. 12500 രൂപയാണ് പ്രിൻസിപ്പള്. ഇയേഴ്സ് എത്രയാണ്? 4 years ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. മൊത്തത്തിൽ വരുന്ന എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 15500 ആണ് ടോട്ടൽ. അതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ പ്രിൻസിപ്പൾ മൈനസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടി 3000 എന്ന്. ഇനി നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100 എന്നതാണ്. സോ നമുക്ക് ഈ കേസിൽ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ P ഇൻറ്റു N ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് എത്രയാണ്? 3000 ആണ്. പ്രിൻസിപ്പൾ 12500 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെ എത്രയാണ്? 4 years ആണ്. സോ നമുക്ക് എത്ര കിട്ടും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% എന്ന്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 8000 രൂപയ്ക്ക് 9 മാസത്തേക്ക് 10% നിരക്കിൽ സാധാരണ പലിശ കാണുക. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് തന്നിരിക്കുന്നു പ്രിൻസിപ്പൾ 8000 റുപ്പീസ്. നമ്പർ ഓഫ് ഇയേഴ്സ് 9 മാസമാണ് ഇവിടെ. ഇതുവരെ നമ്മൾ ഇയർ വെച്ചിട്ടാണ് ചെയ്തത്, പക്ഷെ ഇവിടെ മന്ത് ആണ് തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. അപ്പോൾ ഇവിടെ ഈ മന്തിനെ നമുക്ക് ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണം.
അല്ലേ? 12 month ആണ് എന്ത്? 1 year. സോ ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണേ നമ്മൾ എന്ത് ചെയ്യണം? ഈ 9 monthനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അത് ഇയറിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഇനി നമുക്ക് ചെയ്യാലോ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. PNR ഡിവൈഡഡ് ബൈ 100 കൊടുത്താൽ മതി. 8000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് 9 ഡിവൈഡഡ് ബൈ 12 വന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. PNR divided by 100. This is the equation. So we get the answer 600 rupees എന്ന് നമുക്ക് എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അടുത്ത ചോദ്യം 5th one. 36,500 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ ഫെബ്രുവരി 9 മുതൽ ഏപ്രിൽ 23 വരെയുള്ള സാധാരണ പലിശ ചോദ്യം 36,500 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2013 ഫെബ്രുവരി 9 മുതൽ ഏപ്രിൽ 23 വരെയുള്ള സാധാരണ പലിശയാണ്. അപ്പം നമുക്ക് എത്ര മാസങ്ങളുണ്ട്? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഇവിടെ ഫെബ്രുവരി എത്ര മുതലാണ് ചോദിച്ചത്? 29 മുതലാണ്. ഫെബ്രുവരി 9 മുതലാണ് ചോദിച്ചത്. അപ്പൊ ഫെബ്രുവരിയിൽ മൊത്തം 28 ഡേയ്സ് ആണുള്ളത്. സോ ആദ്യത്തെ 8 ഡേയ്സ് കഴിഞ്ഞു. 9 മുതൽ എന്ന് പറയുന്നതിന് ബാക്കി എത്ര ദിവസം ഉണ്ട്? ഫെബ്രുവരിയിൽ 20 ഡേയ്സ് ഉണ്ട് അല്ലെ? മാർച്ച് 31 ദിവസം ഉണ്ട്. ഏപ്രില് 23 വരെയുള്ള സാധാരണ. അപ്പൊ ഏപ്രിൽ എത്ര ദിവസം ഉണ്ട്? 22 ദിവസമാണ് ഏപ്രിലുള്ളത്. ടോട്ടൽ നമുക്ക് എത്ര ഡേയ്സ് എന്ന് കിട്ടി? ടോട്ടൽ എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 73 ഡേയ്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സാധാരണ പലിശ കണ്ടുപിടിക്കണം. സോ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. പ്രിൻസിപ്പൽ എത്രയാണ്? 36,500 രൂപ. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 73 ഡേയ്സ് ആണ് തന്നിരിക്കുന്നത്. സോ 73 ഡേയ്സ് ആണ് തന്നിരിക്കുന്നത്. റേറ്റ് 10% ആണ്. ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ഓക്കെ, PNR ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. പക്ഷെ 73 ഡേയ്സ് ആയതുകൊണ്ട് നമ്മൾ ഡേയ്സിനെ വർഷത്തിലേക്ക് മാറ്റണം. ഇവിടെ 73 ഡേയ്സിനെ നമ്മൾ ഇയറിലോട്ട് മാറ്റുന്ന സമയത്ത് 73 ഡിവൈഡഡ് ബൈ 365 ഡേയ്സിലോട്ട് ആയതുകൊണ്ട് ഇങ്ങനെ വേണം നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സിന് എന്ന് പറയുന്നത് ഇങ്ങനെയായി മാറും. സോ ഇവിടെ 365 കൂടി നമ്മൾ ചെയ്യാനുണ്ട്. സോ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. 730 രൂപയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് ബാക്കിയുള്ള ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു നിശ്ചിത തുക 3 വർഷം കൊണ്ട്, ചോദ്യം എഴുതിക്കോളൂ, ഒരു നിശ്ചിത തുക 3 വർഷം കൊണ്ട് 2,600 രൂപയും 4 വർഷം കൊണ്ട് 2,800 രൂപയും ആയാൽ മുതൽ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. 3 വർഷത്തെ മുതലും പലിശയും ചേർന്ന തുകയാണ്
2600 രൂപ. 3 വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവ തമ്മിൽ കുറച്ചാൽ 1 വർഷത്തെ പലിശ കിട്ടും. ഓക്കെ, 4 വർഷത്തെ പലിശയും 3 വർഷത്തെ പലിശയും കൂടെ തന്നിട്ടുണ്ടല്ലോ. സോ നമുക്ക് എത്ര കിട്ടും? ഇൻട്രസ്റ്റ് ഈ കേസിൽ 200 രൂപ എന്ന് കിട്ടും. ഇതാണ് 1 വർഷത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. സോ നമുക്ക് 3 വർഷത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 3 വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 × 200 ചെയ്താൽ മതി. സോ നമുക്ക് കിട്ടി 600 രൂപയാണ് എന്ന്. 3 വർഷത്തെ പലിശയും മുതലും കൂടിയാണ് ഇവർ തന്നിരിക്കുന്നത് 2600 രൂപ എന്ന് പറയുന്നത്. പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടി ആയിട്ടുള്ള തുകയാണ് ഈ 2600 രൂപ ആണല്ലോ. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ പ്രിൻസിപ്പൾ കണ്ടുപിടിക്കാലോ. പ്രിൻസിപ്പൾ കണ്ടുപിടിക്കുക ഈസി ആയിട്ട്. 2600 നിന്നും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 600 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രിൻസിപ്പൾ 2000 എന്ന് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു നിശ്ചിത തുക 3 വർഷം കൊണ്ട് 2600 രൂപയും 4 വർഷം കൊണ്ട് 2800 രൂപയും ആയാൽ മുതൽ എത്ര? അപ്പൊ നമുക്കറിയാം 2800 രൂപ എന്ന് പറയുന്നത് 4 വർഷം കൊണ്ടുള്ള, അത് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടി ആയിട്ട് കിട്ടുന്ന തുകയാണ്. അതുപോലെ തന്നെ 2600 എന്ന് പറയുന്നത് പ്രിൻസിപ്പളും അതിന്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്ത തുകയാണ്. അപ്പൊ നമുക്ക് മൈനസ് ചെയ്യുന്ന സമയത്ത് 1 വർഷത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് കിട്ടും. ഇനി 3 വർഷത്തേക്ക് എത്രയായിരിക്കും അപ്പൊ ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 3 × 200 ചെയ്താൽ മതി. സോ പ്രിൻസിപ്പൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് 2600. അതിൽ നിന്ന് 600 മൈനസ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് പ്രിൻസിപ്പൾ കിട്ടി 2000 റുപ്പീസ് ആണ് ഇവിടെ വരുന്ന പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.